ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. വേറെ എങ്ങോട്ടല്ല, മലയാറ്റൂർക്കാണ്. മല കയറാൻ വേണ്ടി പോണതാണ്. ഫേവലിനും കൂടി കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതാ മഴക്കാർ കണ്ടുകൊണ്ട് തന്നെ ഫേവലിന് എടുത്തില്ല. അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. എനിക്കത് നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ പൂരി മസാലയും ജിജിയായിട്ട് പൊങ്കലും കഴിച്ചു. ഇപ്പം നമ്മുടെ ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമായതുകൊണ്ട് എല്ലായിടത്തും മസാല ദോശ കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് ആ ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നത്. 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ച് ഞങ്ങളാണ് കേട്ടോ. ഞങ്ങൾ പക്ഷേ ഇറങ്ങിയപ്പോൾ തന്നെ 7 മണിയാണ്. അതിപ്പോൾ എവിടെ പോവാണെന്നുണ്ടെങ്കിൽ ഞാനാണ് ഓട്ടോമാറ്റിക്കലി നേരെ വൈകാറുള്ളത്. പക്ഷേ എന്ത് ചെയ്യുക, പ്രാവശ്യം ജിജിയാണ്ടായി. അങ്ങനെ മലയാറ്റൂർ എത്തിയതാണ് കേട്ടോ നമ്മുടെ താഴത്തെ പള്ളി എന്ന് പറയുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മലയാറ്റൂർ മല കയറാനുള്ള സ്ഥലം നമുക്ക് എത്തുള്ളൂ. നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറിന് മേലെ യാത്രയുണ്ട് കേട്ടോ. പിന്നെ ബൈക്കിനായതുകൊണ്ട് പെട്ടെന്ന് എത്തി, കാരണം നമുക്ക് ബ്ലോക്കിൽ കാര്യങ്ങളൊന്നും പെടേണ്ടതില്ല. പിന്നെ ആകെ ഒരു പേടിയുണ്ടായിരുന്നത് മഴ കിട്ടുമോയെന്നായിരുന്നു. പിന്നെ ദൈവം സഹായിച്ച് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8-10 ആയപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. മല കയറാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. മലയാറ്റൂർ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഏകദേശം നമ്മുടെ ഒരു 3-ാം സ്ഥലം വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാനായിട്ട്. കുറച്ച് ലോങ്ങാണ്. അത് കഴിഞ്ഞ് 14 സ്ഥലങ്ങൾ പെട്ടെന്ന് തന്നെ എത്തും. ഇപ്രാവശ്യം നമ്മൾ 50 ദിവസത്തെ നോമ്പൊക്കെ എടുത്തിട്ടാണ് കേട്ടോ മല കയറാൻ വേണ്ടി പോയത്. ജിജിയേട്ടൻ കുറച്ച് കയറിയപ്പോഴേക്കും കിതച്ച് തുടങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആൾ എത്രത്തോളം വയ്യാണ്ടായിട്ടുള്ളത്. കാരണം ഇത്രയധികം വിയർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ പുള്ളി. അങ്ങനെ മല കയറി മേലെ എത്തിയപ്പോഴേക്കും കുർബാനയ്ക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 9:30 കുർബാന ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ കുർബാനയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. ഇപ്രാവശ്യത്തെ മലകയറ്റത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 50 നോമ്പ് കംപ്ലീറ്റ് ചെയ്തെടുക്കണത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ അത് മാത്രമല്ല, ഈ നോമ്പ് എടുത്തിട്ടും പിള്ളേർക്ക് വേണ്ടിയിട്ട് മീനും ഇറച്ചിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതും എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കായിരുന്നു. കാരണം നോമ്പ് എടുത്തിട്ട് നമ്മൾ കഴിക്കാണ്ട് മറ്റുള്ളവർക്ക് അത് വെച്ചുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യം എനിക്ക് തോന്നണില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്തപ്പോഴാണ് അത് ഇത്രയും വലിയൊരു കാര്യമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ കുർബാന കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊന്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ കാണാൻ പറ്റും ആനകുത്തിയ പള്ളി എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഐതിഹ്യമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തോമസ് ലീഹയുടെ പാദമുദ്രയും നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ മലകയറ്റമൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ഇറങ്ങാൻ കേട്ടോ. കുറേ പേര് വടിയൊക്കെ വെച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മല കയറുന്നതിലും ബുദ്ധിമുട്ട് തോന്നുന്നത് ഇറങ്ങാനാണ് കേട്ടോ. കാരണം ഭയങ്കര സ്ലിപ്പ് അവിടെ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും താഴ്ത്തി കിടക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. പോയിട്ട് വേണം ഇനി കോഴിക്കോട്ട് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക് യു. ബൈ.